ഹായ്, ഇന്ന് 4/4/2024 വ്യാഴാഴ്ചയായിരുന്നു. ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഞാൻ നിഫ്റ്റിയിൽ എടുത്തത് ഇന്ന് സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. ഓൾറെഡി നിഫ്റ്റിയിൽ ഓവർലോട്ടൊന്നും എടുത്തിട്ടില്ല. സാധാരണ ഞാൻ എടുക്കുന്ന ലോട്ടിൻ്റെ പകുതിയാണ് അന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ കാരണം സൈഡ് വേസ് മാർക്കറ്റ് ആകുമ്പോൾ എപ്പോഴും ഒരു SLനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ലോട്ട് വെച്ചിട്ടാണ് 5 ലോട്ട് വെച്ചിട്ട് മാത്രമേ ട്രേഡ് എടുത്തിട്ടുള്ളൂ. സാധാരണ 10 ലോട്ടാണ് ഞാൻ ഉപയോഗിക്കൽ. അപ്പോൾ ഓക്കെ, ഇന്ന് എടുത്തത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിൽ നിന്നാണ്. ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റി താഴത്തേക്ക് ഇങ്ങനെ വന്നു. അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് എടുക്കുന്ന മാതിരി ഉണ്ട്. അത് ബ്രേക്ക് ചെയ്തു. പിന്നെ റീടെസ്റ്റ് വന്നു. ആ റീടെസ്റ്റിൽ പോയിട്ട് എടുത്തു. അപ്പോൾ അത് ഓപ്ഷൻ ചാർട്ടിൽ നോക്കുമ്പോൾ കാണിച്ചു തരാം. ഓപ്ഷനിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. അത് ആ എടുത്ത ഒരു പോയിന്റ് എങ്ങനെയാണ് ഓപ്ഷനിൽ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നിഫ്റ്റി സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല, കുറേ ലോങ് പോകാനൊന്നും പറ്റൂല. അതൊക്കെ ഇത് ഓപ്ഷനിൽ ഇതാണ്, ഈ ഒരു പോയിന്റിലാണ് എടുത്തത്. 1:2 ആണ് റിസ്ക് റിവാർഡ് വെച്ചിട്ടുണ്ട്. 100.50 വാങ്ങിയത്. വിറ്റത് 120.50. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട് 90.50 അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ചത്. പിന്നെ ഈ ഒരു പോയിന്റിലാണ് വെച്ച് ഞാൻ ചാർട്ട് നോക്കൽ ഗ്രോയിലാണ് കേട്ടോ. ഗ്രോൻ്റെ ഇത് വെച്ചിട്ടാണ് ചാർട്ട് നോക്കൽ. അതുപോലെ തന്നെ ഓപ്ഷൻ ചാർട്ട് ഇട്ടാ നിഫ്റ്റിൻ്റെ ഇതേമാതിരി ഇത് നോക്കൽ. ഇതാണ് ഞാൻ വാങ്ങിയത്. 25 സംതിങ്ങിനാണ് വാങ്ങാനായത്. 30 സംതിങ്ങിന് വിറ്റു. പിന്നെ 99 റുപ്യ ഒക്കെയാണ് ഇതിനൊരു നമുക്ക് ബ്രോക്കറേജ് എന്തൊക്കെ വരുന്നത്. ബാക്കി നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് 5000 രൂപയാണ് ടാർഗറ്റ് അടിച്ചത് 5 ലോട്ട് വെച്ചിട്ട്. ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഇതായിരുന്നു. കുഴപ്പമില്ല. സൈഡ് വേസ് മാർക്കറ്റ് ആയത് കാരണം നമുക്ക് എന്താ പറയുക, ഒരുപാട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ എൻട്രി ചെയ്തത്. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ രാത്രി ആയിക്കണം, അതുകൊണ്ട് എനിക്ക് ഓരോരോ തിരക്ക് കാരണം റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി പുതിയ വീഡിയോയിൽ കാണാം. മാർക്കറ്റിൻ്റെ ഇതനുസരിച്ച് ഞാൻ എടുത്ത ട്രേഡിൻ്റെ ഒരു ലെവലാണ് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം, ഇത് താല്പര്യമില്ലാത്ത ഒരാൾ ഈ വീഡിയോ കാണരുത് കേട്ടോ. അത് നിർബന്ധമായിട്ടും കാണരുത്. കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ ഇതിൽ പൈസ കളയാൻ കറക്റ്റ് കേട്ടോളൂ, കാശ് നല്ല നഷ്ടം വരും തുടക്കത്തിൽ. അപ്പോൾ അതിനൊക്കെ സാധിക്കുന്ന ആളുകൾ മാത്രം ഇത് പഠിച്ചാൽ മതി, ഇത് കണ്ടാൽ മതി. അല്ലാത്തൊരു ഇത് അവഗണിച്ചിട്ട് പോവുക. ഈ വീഡിയോ കാണണ്ട. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. എനിക്കിത് എന്താ പറയുക, ഒരു ഡാറ്റ എടുത്തു വെക്കാൻ പറ്റുമല്ലോ, അത് കരുതിയിട്ടാണ്. പിന്നെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ കാണാം, ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ പെട്ടെന്ന് കാശുണ്ടാക്കാന്നുള്ള ഉദ്ദേശം കൂടിയാണ് ട്രേഡിങ്ങുകാരും വരണ്ട. അപ്പോൾ ഓക്കെ, ട്രേഡിങ്ങിനോട് ഇഷ്ടമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ ഒഴിവാക്കി പോവുക.